ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിരുന്ന വീടിൻ്റെ ലാസ്റ്റിൽ ഹിബ എൻ്റെ കസിൻ്റെ നിക്കാഹ് ആയതുകൊണ്ട് ഇവളിങ്ങനെ പോക്കാണെന്നൊക്കെ. ആ പോക്കിന് ശേഷം ഞാൻ ഇന്ന് അവളെ കൈയോടെ പൊക്കാൻ പോകും. അതായത് അന്ന് ഞാൻ ടാറ്റയും പറഞ്ഞ് പോയ ആള് പിന്നെ അവളെ അവിടെ നിന്ന് കസിൻ്റെ വീട്ടിൽ നിന്നത്. ഇപ്പം ഇന്ന് അവൾക്ക് എന്തൊരു പരിപാടി ഉണ്ട്, അപ്പം എന്നോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ആ വഴിക്ക് നമ്മുടെ പൊണ്ടാട്ടിനെ പൊക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. അവളങ്ങോട്ട് കൈയോടെ പിടിച്ചിട്ട് കാർ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലാണ്ട് കിട്ടുന്നില്ല, ഫുൾ ബിസിയാണ്, കിട്ടുന്നില്ല. കല്യാണ തിരക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഞാൻ ഒരു വിരുന്നുകാരന്മാര് വല്ലപ്പോഴേ എൻ്റെ വൈഫിനെ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ വിശേഷങ്ങൾ ഇടാം. മിക്കവാറും തിരിച്ചോളെ വീട്ടിലേക്ക് ഇന്നേക്കും പോകാം, കാരണം 7-ാം തീയതി നിക്കാഹ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണട്ടോ. ഹായ്, അപ്പോൾ നമ്മളിതാ ഇവൻ്റെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി ഞാൻ പാർക്ക് ചെയ്യുമ്പോൾ ആള് എന്താ പറയുക പുറത്തന്നെ കാത്തുക്കുന്നുണ്ട്. സ്നേഹമുണ്ട് നിങ്ങൾ. എൻ്റെ വണ്ടിൻ്റെ ഒച്ച കേട്ടാൽ മതി, ആൾക്ക് മനസ്സിലാവും. കാത്തുക്കും കൊരയിൽ കാണിച്ചതാ. പൂമുഖവാതിൽക്കൽ സ്നേഹം നല്ല കണ്ടോ, ആളെ കിട്ടി. കയ്യോടെ പൊക്കി കാഴ്ച. എന്താ ഇതായിരുന്നാ മാക്സി ഒക്കെ ഇട്ടിരിക്കുന്നേ? ഉമ്മൻ്റെതാ. അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ പറയാ, ഇവിടെ സ്റ്റേ ചെയ്തു പോയതാണ്. മൈക്ക് ഒരൊറ്റ മിനിറ്റ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഭാര്യൻ്റെ സ്നേഹം കണ്ടില്ല നിങ്ങൾ. എൻ്റെ കാറിൻ്റെ ഓണായിട്ടിട്ടെങ്കിൽ പുറത്തേക്ക് എത്തിയേ, ഏതെങ്കിലും കാർ വെച്ച് കേട്ടിട്ടോ. ഇവിടെ വേറെ ആൾക്കാർ കാറിൽ പോയി, അപ്പൊ ഞാൻ വിചാരിച്ച ഓലാണ്. പിന്നെ തിരക്കിലാണ്. ഇനിയിപ്പോ എന്താ പറയാ, ഇനി 2 ദിവസമല്ലേ പരിപാടിക്ക്. പക്ഷെ ആൾക്കൊരു പണി കിട്ടി ഗൈസ്, ആളെ ഡ്രസ്സ് അടിച്ചു കൊടുത്തില്ല. ഇല്ല, കിട്ടും, നാളെ തരാം നമുക്ക് ഒരു പ്രോമിസ് ചെയ്തിട്ട്. കാരണം അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, ഇന്ന് എന്തൊരു പ്രോഗ്രാം ഉണ്ടല്ലേ? അത് ഇവിടെ പോവാൻ ആശിക്കാക്ക് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടും പോവാ, വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇവിടെ വീട്ടിലേക്ക് പോകും, ഇവിടെ വീട്ടിലെ കൊണ്ടാക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ കാണല്ലേ. ആശിക്ക ഇങ്ങനത്തെ വണ്ടി കണ്ടിരുന്നു? എന്താണ് ഇവിടെ കസിന്റെ വണ്ടി? പണ്ട് എന്റെ വല്യാപ്പാന്റെ വണ്ടി. അത് മോഡിഫൈ ചെയ്തു, അത് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി. ഓനക്ക് ഇങ്ങനത്തെ എന്താ പറയാ ക്രേസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു ജീപ്പ് ഉണ്ട്, ഇത് ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ച് അവസാനം ഇത് ഇൻഷുറൻസ് അടിച്ചു നോക്കില്ലേ? എല്ലാ പേപ്പർ എല്ലാം കറക്റ്റ്. ഇത് നമ്മളത് അതല്ല, ഇതാ ഇത് ഈ വരത്തിന് വാങ്ങിച്ചാൻ തോന്നുന്നല്ലേ? അത് ഈ അടുത്ത്, ഇത് കുറച്ചായി. ഇങ്ങനത്തെ ഭ്രാന്താന്ന് തോന്നുന്നു, ഒരു ക്രേസ് അല്ലേ? ഭയങ്കര ക്രേസ്. അത് ഫുള്ള് മോഡിഫൈ ചെയ്ത് വെച്ചല്ലോ, ഓൻ തന്നെ മോഡിഫൈ ചെയ്തല്ലേ ആൾക്ക് കൊടുത്തിട്ട് ഓന്റെ ഐഡിയയില് ചെയ്യിപ്പിച്ചേ. ഇത് കണ്ടോ, അടുത്ത് കുറച്ചായിട്ടേ ഉള്ളൂ. അതന്നെ, ഇത് ഞാൻ മയത്തിൽ അങ്ങനെ കൊണ്ടുവന്നു ആലോചിക്കുന്നത്. മയം കൊണ്ടുപോകും, കണ്ടീന വീഡിയോ? മയം കൊണ്ടുപോയി. അതേമാതിരി തന്നെ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇവ കൃഷിത്തോട്ടം. ഇത് നമ്മള് ഇതിന് മുമ്പ് വീട്ടിൽ കാണിച്ചു കൊടുത്തിന്ന് തോന്നുന്നു, റംബൂട്ടാൻ പറിക്കുന്ന ഒരു വീഡിയോ പമ്പില്ലേ. കാണിച്ചതിന്റെ ഡൗട്ട്. അവിടെ ചീരോപ്പറങ്ങിയുണ്ടോ? ഒരു ചീരോപ്പറങ്ങിന്റെ സെക്ഷൻ തന്നെ നല്ല രസം തന്നെ. ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആസ്വദിച്ചിരിക്കുക ആളല്ലേ, എൻജോയ് ചെയ്യാണ്. നമ്മളെ വീട്ടിന്റെ മുകളിൽ എന്തോ കൃഷി ഉണ്ടെന്ന് പറഞ്ഞ കാണിക്കാൻ കൊണ്ടുവന്ന അടുത്ത പ്രാവശ്യം കായിട്ടിക്കില്ലേ എന്നെ വെട്ടി മുറിച്ചാളിയോ. അതിനോട് എന്താണിത്? പൂവല്ലത് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം അത് ഇങ്ങനെ ഉണ്ടാവാ. ഓ, ഇങ്ങനെ ചെറുത് ഇങ്ങനെ ഉണ്ടാവും കായാക്ക. അത് രസം കേട്ടോ കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം കാണുന്നത്. നമ്മള് ഞാനൊരു മരമുന്തിരി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കഴിച്ച കണ്ടിട്ടില്ലേനോ? മിനി വ്ളോഗില് മരാണിത്. അത് നല്ല ടേസ്റ്റ് അല്ലേ മുന്തിരി തന്നെ. പക്ഷെ ഒരു പക്ഷെ നമ്മളെ ഇതുമാതിരി ഉണ്ടാവും, ലിച്ചി മാതിരി ഒരു ടേസ്റ്റ് അല്ലേ? ഒരു ലിച്ചിന്റെ ടേസ്റ്റും ഉണ്ട് അതിന്. അതേമാതിരി അപ്പൊ കുറച്ചിതാ എന്താ പറയുക, തക്കാളി, പച്ചമുളക്, ഡ്രാഗൺ ഫ്രൂട്ട്, അതേമാതിരി തന്നെ മുളക്, കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ചെറിയ സ്പേസ് വെച്ചിട്ട് പോലെ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവ? ചെറിയ അതെന്തേനോ അത്? അതെന്താ വൈദ്യനത്? എന്താണ് ഇത് കണ്ടോ? ഇത് വിദേശാണോ? വിദേശിയോ? അതായത് ഈ സാലഡുകളിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തോ ഒരു ലീഫ് ആണോ? അറബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തോ ഒരു പേര് പറഞ്ഞു, കേലക്കാന്താ മറന്നുപോയി. കെയില് സലാഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കെയില് അല്ലേ? ഇതല്ലേ വൈദ്യന? മറ്റേ എന്താ വേറെ കളർ വൈദ്യനക്ക്? ഓ, 2 കളർ ഉണ്ടാ? അതുകൊണ്ടാ ഇത് പൈത്തതല്ലേ? പറിക്കട്ടെ. പച്ചയാണോ പൈത്താണോ? ആപ്പിൾ തക്കാളിയാ. ആപ്പിൾ തക്കാളിയോ? പറിക്കട്ടെ. പറിച്ചോ?
ആപ്പിൾ തക്കാളി അല്ലേ? കറക്റ്റ് ആപ്പിൾ മാതിരി അതാണ് ആപ്പിൾ തക്കാളി എന്ന് പറയുന്നത്. അതിന് പൈസ കൂടുതലാണല്ലോ നമ്മള് മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോ. ഉണ്ട് ഉണ്ട്, അങ്ങനത്തെ തക്കാളിക്ക് പൈസ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. കറക്റ്റ് ആപ്പിൾ കാണിച്ചോർക്ക് ഇതാണ് ആപ്പിൾ തക്കാളി. അപ്പൊ നമ്മൾ എന്തായാലും എന്താ പറയാ, ഭയങ്കര ലേറ്റ് ആയില്ലേ ഇപ്പൊ വരാന്. 12 മണി കഴിഞ്ഞു. അപ്പൊ നമ്മള് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ചില സാങ്കേതിക ഇന്നലെങ്കിലും കുറച്ച് നേരത്തെ എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ ലേറ്റ് ആയി. ഇപ്പൊ അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് 12 മണിക്ക് ശേഷം പറഞ്ഞത് അല്ലേ? അതാണ് ഇന്നലെ ഓരോരോ സാഹചര്യം കൊണ്ട് അങ്ങനെ നമ്മൾ പ്ലാൻഡ് ഒന്നല്ല, അങ്ങനെ ആയി പോകുന്നതാണ്. അതെ, ഇന്നലെ ഞാൻ അവിടെ നമ്മളെ പരിപാടി കഴിഞ്ഞ് വരുമ്പോ തന്നെ എനിക്ക് 11:30 അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ആ സമയം ആകുമ്പോഴേക്ക് പിന്നെ ക്ഷീണമായി, ഉണക്ക് ക്ഷീണമായി, എനിക്ക് ക്ഷീണമായി. വ്ളോഗ് എടുത്തിനു, ഞാൻ പറഞ്ഞ പഠിച്ചോനെ ഇടല്ലേ കുറച്ച് എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഏത് ഡ്രസ്സിലാണോ, ഡ്രസ്സാലെ എടുത്ത് കാറിലാണല്ലോ വിചാരിച്ചിട്ട് ഡ്രസ്സാലെ എടുത്ത് കാറിലിട്ട് പോകുന്നത് തന്നെ. എന്താ പറയാ, ഒന്നാമത് ലേറ്റ് ആയതും കൊണ്ട് പിന്നെ തിരെ വയ്യാണ്ടായി. പിന്നെ ഇന്നലത്തെ എന്താ പറയാ, നമ്മളെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ നമ്മളെ എന്താ പറയാ, കുഞ്ഞുമാന്റെ ചെമ്മാലാപ്പാന്റെ കൃഷികളാണ്. കൊറേ ഉണ്ടേനു, ഇപ്പൊ കുറച്ചതാന്ന് തോന്നുന്നു. അതേമാതിരി തന്നെ എന്താ പറയാ, ഈ അടുത്തും കൂടി മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങള്. ഞാൻ എത്രയോ പ്രാവശ്യം സാധനം തന്നെ പറഞ്ഞാട്ടോ, കാരണം എനിക്ക് നമ്മളെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണാത്ത ആൾക്കാരുണ്ട്. ഷോർട്സ് അത്ര ഷോർട്സ് ആണ് കൂടുതൽ ആൾക്കാർ കാണല്ലേ. എല്ലാരും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ലെങ്ത് കൂട്ടും 2 വീഡിയോ ഇടാനല്ലോ. അത് നമുക്ക് തന്നെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ വ്ളോഗ് കാണുന്ന ആൾക്കാരല്ല റീല് കാണുന്ന ആൾക്കാർ നമ്മള് വ്ളോഗ് കാണുന്നില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മള് എല്ലാ വ്ളോഗിലും നമ്മൾ പറയണ്ട നമുക്ക് 1 മിനിറ്റിൽ ഇടാൻ പറ്റുള്ളൂ. അതൊരു ലിമിറ്റ് ആണ്. കാരണം അതിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് സോങ് ഇടാൻ പറ്റില്ല, കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ കല്യാണ പരിപാടി ഉണ്ടെന്നോ, നല്ല പടകം പൊട്ടിക്കുക. അപ്പൊ എന്താ പറയാ, അതുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റാത്തത്. ഇത് ഇന്നലെ തന്നെ ഞാൻ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ചെയ്തത്. ഇനിയിപ്പോ എന്താ പറയാ, കല്യാണം ആയിക്കൊണ്ട് തന്നെ ബിസിയാണ്. അപ്പൊ നമുക്ക് രണ്ടെണ്ണം പോസിബിൾ അല്ല ഗൈസ്. അല്ലെങ്കിലും പോസിബിൾ അല്ല ഓൾറെഡി നമ്മള് എന്താ പറയാ 2 വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ സീരീസ് അല്ലാതെ ഉള്ളൂ. വൈകുന്നേരം നമ്മള് സീരീസ് ആയിട്ട് പോവും, അല്ലാണ്ട് ഉച്ചക്ക് നമ്മൾ എന്താണ് നോർമൽ വ്ളോഗോ അല്ലെങ്കിൽ മിനി വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ എന്താ പറയാ, അങ്ങനെ നമ്മളെ സീരീസ് ഇഷ്ടമായിക്കണോ ഇല്ലേന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. കമന്റ് ചെയ്താൽ മതി. എന്തെങ്കിലും മാറ്റം പറയലുണ്ട്, രസമുണ്ട് എന്നൊക്കെ പറയലുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവല്ലോ, അത് ഇങ്ങനെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താലോ അല്ലേ. നമ്മളൊരു വൈക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും, പേഴ്സണൽ മെസ്സേജ് ഇങ്ങനെ ആക്കും എന്നൊക്കെ. കുറെ ഒക്കെ നമ്മൾ ആഡ് ചെയ്യൂലേ. കുറെ ആൾക്കാർ ലൈഫ് നമുക്ക് അയച്ചു തരലുണ്ട്. അപ്പോൾ മാക്സിമം ആഡ് ചെയ്യലുണ്ട് കേട്ടോ. അതൊക്കെ കുറെ പേഴ്സണൽ ആൾക്കാരൊന്നും അറിയത് ഇതിന്റെ സെയിം ആണെന്ന്. നമ്മൾ അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നല്ലേ, നമുക്ക് തോന്നിയ കണ്ടന്റ്സ് ഉണ്ടാക്കാണ്. ചില ആൾക്കാർ റെഫറൻസ് നമ്മൾ എടുക്കാറുണ്ട്. ചില ആൾക്കാർ പറയുന്ന സമയത്ത് എന്നാ പിന്നെ നമുക്ക് ഇതൊരു കണ്ടന്റ് ആക്കിയാലോ, നമുക്കും കൂടി ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. ചിന്തിക്കും പാവുണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്ത് പോകുന്ന ആൾക്കാര്. അപ്പൊ എന്താ പറയാ, അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വ്ളോഗായിട്ട് വന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, കൂടുതൽ വ്ളോഗും കൂടുതൽ വിശേഷങ്ങളുമായി. പിന്നെ Q&A കാര്യം ഞാൻ കുറെ പറയുന്നത് ഈ അടുത്ത് ഞാൻ കേട്ടോ കമ്മ്യൂണിറ്റിയിൽ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നത്. കുറെ ഡൗട്ടും കാര്യങ്ങളും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. അതൊക്കെ ചോദിച്ചോളൂ, എല്ലാത്തിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് ഇടും, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളി, എല്ലാത്തിനുള്ള റിപ്ലൈ തരും അല്ലേ. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ റിപ്ലൈ തരാണ്ട് നിൽക്കില്ല. അപ്പൊ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഇടാം, അപ്പൊ ചെയ്തോളി. അപ്പൊ അത്രേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.